കിരണിന്റെയും കല്യാണിന്റെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ നാളത്തെ കഥയില് ലക്ഷ്മിയമ്മയ്ക്കൊന്നും മനസ്സിലായില്ല ഈ എന്താ സംഭവിച്ചെന്ന്. എല്ലാവർക്കും നല്ല സങ്കടമുണ്ട്, കല്യാണിക്കും കിരണിനും ഒക്കെ. അതിന് കാരണം എന്താണെന്ന് അറിയത്തില്ല. അതിനെക്കുറിച്ച് കാദംബരി അമലുമായിട്ട് സംസാരിക്കണ സമയത്ത് കല്യാണി അങ്ങോട്ടേക്ക് വരുന്നേ. കല്യാണിയെ കണ്ടു കഴിഞ്ഞപ്പത്തിന് ലക്ഷ്മിയമ്മ എന്നിട്ട് ചോദിച്ചു, എന്താ കല്യാണി, എന്താ മോളെ സംഭവിച്ചേ? നിങ്ങളുടെ മുഖത്തൊരു സന്തോഷമൊന്നും ഇല്ലല്ലോ. കുറച്ചു മുമ്പ് ദക്ഷിണ കൊടുക്കണ സമയത്ത് വരെ നിന്റെ മുഖത്ത് നല്ല സന്തോഷം ചിരിക്കുകയായിരുന്നല്ലോ. പെട്ടെന്ന് എന്തു പറ്റി? നിനക്കൊരു ഭാവമാറ്റം എന്ന് ചോദിച്ചു. അത് പിന്നെ ലക്ഷ്മിയമ്മ എന്താണെങ്കിലും പറ. ഇനിയിപ്പോ ദിലീപിന്റെ വീട്ടുകാർ മറ്റോ വിളിച്ചോ? അവര് വിളിച്ചിട്ട് ഈ കല്യാണത്തിന് സമ്മതമല്ലെന്നോ മറ്റോ പറഞ്ഞോ? പിന്നെ എന്താ, എന്തിനാ മോളൊക്കെ ഇങ്ങനെ വിഷമിക്കണമെന്ന് ചോദിച്ചു. അത് ഒരു പ്രശ്നമുണ്ടെന്ന് പറയണം. പ്രശ്നമോ? എന്ത് പ്രശ്നം? എന്താണെങ്കിലും മോള് പറ. അത് കേട്ടപ്പം കല്യാണി പറഞ്ഞു, അത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറയണം. അത് കേട്ടപ്പോൾ ലക്ഷ്മിയമ്മ പറഞ്ഞു, കാര്യം എന്താ വെച്ചാൽ പറ. അത് ദിലീപിന്റെ അച്ഛന് ഒരു ദുരന്തം സംഭവിച്ചെന്ന് പറയണേ. ദുരന്തോ? എന്താ കാര്യം എന്താന്ന് ചോദിച്ചു. പിന്നീടാണ് കാര്യങ്ങൾ പറയണേ. ദിലീപിന്റെ അച്ഛന് അറ്റാക്ക് വന്ന് പെട്ടെന്ന് മരണമടഞ്ഞെന്നോ. അത് കേട്ടുകഴിഞ്ഞപ്പോ സഹിക്കാൻ പറ്റിയില്ല. ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ലെന്ന് ലക്ഷ്മിയമ്മ. അല്ല മോളെ, ഇതെങ്ങനെ സംഭവിച്ചു? ഒരു കുഴപ്പമില്ലായിരുന്ന ആളാണല്ലോ, പെട്ടെന്ന് ഹാർട്ടിന് എന്തൊക്കെയോ പ്രശ്നം ഉണ്ടായിരുന്നെന്നാ കിരണേട്ടൻ പറഞ്ഞത്. പക്ഷേ എങ്കിൽ ഇവിടെ എന്താ സംഭവിച്ചെന്ന് അറിയത്തില്ല. അത് കേട്ടത് ലക്ഷ്മിയമ്മ പറഞ്ഞു, എനിക്ക് നല്ല സംശയമുണ്ട് മോളെ, ഇതൊക്കെ അവന്റെ പണിയാണോന്ന്. ആ ഗംഗാപ്രസാദിന്റെ, അവൻ എന്തിനും ഏതിനും മടിക്കാത്തവനാ. ഒരു പക്ഷെ ഇനി മോളെയോ അല്ലെങ്കിൽ ദിലീപിനെയോ കിട്ടാതെ വന്നോണ്ട് ദിലീപിന്റെ അച്ഛനെ ഇല്ലാതാക്കിയതാണോ? അവൻ അതിനും മടിക്കില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം കല്യാണി പറഞ്ഞു, അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ലമ്മേ. ഇപ്പം ദിലീപിന്റെ ഒരു ഫ്രണ്ട് കിരണേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞ കല്യാണം മുടങ്ങൂലോ, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇതൊക്കെ എങ്ങനെ കാർത്തിയേച്ചിയോട് പറയണേ? ദൈവമേ, എന്റെ മോളെ എത്ര പ്രതീക്ഷയോടെ കാത്തിരുന്ന. കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞിരുന്നവൾ അവള്. ആ സമയത്താണ് ദിലീപിന്റെ ആലോചന വന്നേ. എന്തെങ്കിലും സംഭവിക്കുമെന്നൊരു പേടിയൊക്കെ അവൾക്ക് മനസ്സിലുണ്ടായിരുന്നു. ഇതറിഞ്ഞു കഴിയുമ്പോൾ അവൾക്ക് സഹിക്കാൻ പറ്റില്ല. ചിലപ്പോൾ ഇതോടുകൂടി അവളുടെ ജീവിതം തീർന്നു. അവൾക്ക് ഇനി ഒരു വിവാഹ ജീവിതം ഉണ്ടാകത്തില്ല. അവളുടെ പ്രതീക്ഷകളൊക്കെ നശിക്കും. ഇനിയിപ്പോ ആ വീട്ടുകാര് ഈ വിവാഹ ബന്ധത്തിന് തയ്യാറാകുമോ? എനിക്ക് തോന്നില്ല അങ്ങനെ അവര് തയ്യാറാവുന്ന. അവർക്ക് ഇനിയിപ്പം ഈ ആലോചനയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ലായിരിക്കും. ഇന്നത്തോടു കൂടി ഈ വിവാഹം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് എന്നേക്കുമായിട്ടുള്ളൊരു മുടക്കമായിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്റെ മോളുടെ ജീവിതം ഇതോട് കൂടി നശിച്ചു. ഇനി അവൾക്കൊരു ജീവിതം ഉണ്ടാകാൻ പോകുന്നില്ല. അവൾ ഇനി മറ്റൊരു കല്യാണത്തിന് സമ്മതിക്കില്ല. ഇത് തന്നെ അവളെ കൊണ്ട് നിർബന്ധിച്ച് സമ്മതിപ്പിച്ച. അന്ന് അവള് പറഞ്ഞാ വേണ്ടിയിരുന്നില്ലെന്ന്. അതൊക്കെ കേട്ടപ്പോ കല്യാണി പറഞ്ഞു, അമ്മ ഇപ്പൊ സങ്കടപ്പെടാതെ സമാധാനമായിട്ടിരിക്കുക. എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല. ഹാർട്ട് അറ്റാക്ക് ആണെന്നാ ഡോക്ടർ പറഞ്ഞത്. അതിൽ കൂടുതലൊന്നും അറിയത്തില്ല. കുറച്ച് കഴിയുമ്പോൾ വിശദമായിട്ട് കാര്യങ്ങളൊക്കെ അറിയാൻ സാധിച്ചേക്കുമെന്ന് പറയണം. പിന്നീട് അങ്ങോട്ടേക്ക് ഭാനുമതിയമ്മ വരുവാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഭാനുമതിയമ്മ പറഞ്ഞു, എന്റെ ദൈവമേ, ഇതെന്താ ഇങ്ങനെ? ഇത് വല്ലാത്തൊരു ദുരന്തമായി പോയല്ലോ. ഇങ്ങനെ നമ്മളാരും പ്രതീക്ഷിച്ചില്ലല്ലോ. ഇനി ആ ദിലീപിന്റെ വീട്ടുകാരെങ്ങാനും ഈ ബന്ധത്തിന് സമ്മതിക്കോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭാനുമതി മുത്തച്ഛൻ കരവേണം. അവർക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇതൊക്കെ കേട്ടിട്ട്. അല്ല ഇനിയിപ്പൊ കാർത്തി മോളോട് ഇത് എങ്ങനെ പറയും? കല്യാണി പറഞ്ഞു, എനിക്കറിയില്ല, എനിക്ക് പറ്റില്ല ചേച്ചിയുടെ മുന്നിൽ പോയെന്ന് പറയാനായിട്ട് എന്ന് പറഞ്ഞു. ലക്ഷ്മി അമ്മയ്ക്ക് സങ്കടമായി. കാർത്തിയുടെ മുന്നിലേക്ക് ചെല്ലാനായിട്ട് ആർക്കും ധൈര്യം ഉണ്ടായിരുന്നില്ല. കാരണം ആ മുന്നിലേക്ക് ചെന്ന് കാര്യങ്ങളൊക്കെ എങ്ങനെ വെളിപ്പെടുത്തും? ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ കാർത്തിക്ക് സഹിക്കാൻ പറ്റില്ല എന്നൊരു ചിന്ത അവർക്ക് എല്ലാവർക്കും ഉണ്ടാവുന്നുണ്ട്. അപ്പോഴേക്കും കിരൺ അങ്ങോട്ട് വന്നു. കിരണിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ലക്ഷ്മി അമ്മ വല്ലാന്ന് കരയുവാണ്. കിരൺ പറഞ്ഞു, കരഞ്ഞിട്ടൊന്നും കാര്യമില്ലമ്മേ, ഇനിയിപ്പം നമ്മൾ സത്യത്തെ ഉൾക്കൊണ്ടേ മതിയാവുള്ളൂ. അല്ലട മോനെ, എനിക്ക് ഇതിനകത്ത് ഒരു സംശയമുണ്ട്. ആ ഗംഗാപ്രസാദ് എന്തും ചെയ്യാൻ മടിക്കാത്തവനാണ്. അത് കേട്ടപ്പോ കിരൺ പറഞ്ഞു, ആ കാര്യത്തിലൊന്നും ഒരു ഉറപ്പില്ല. അല്ല മോനെ, ഇതെങ്ങനെ കാർത്തിയമ്മളോട് പറയും? സാരമില്ല, ഞാൻ തന്നെ പോയി പറയാന്ന് പറയണം. കിരൺ ആ ദൗത്യം ഏറ്റെടുക്കുക. ആരെങ്കിലും പറഞ്ഞല്ലേ മതിയാവുള്ളൂ. ഇതേ സമയത്ത് ആരെയും കാണാതെ വന്ന് കഴിഞ്ഞപ്പോ കാർത്തി വെച്ചു, ഇവരിതൊക്കെ എവിടെ പോയി? ദിലീപേണ്ണെ ഒന്ന് വിളിച്ചു നോക്കാം. ഇത്ര സമയമായിട്ടൊന്നും വിളിച്ചില്ലല്ലോ എന്ന് കരുതി ദിലീപിനെ വിളിക്കണം. പക്ഷെ ദിലീപ് കോൾ എടുത്തില്ല. ഇതെന്ത് പറ്റി? ചിലപ്പോ തിരക്കേ ആയിരിക്കും. രാവിലെ മണ്ഡപത്തിലേക്ക് വരാനുള്ള തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇത്തിരി സമയം കഴിയുമ്പോൾ തിരിച്ചു വിളിക്കുമായിരിക്കും എന്നൊക്കെ കാർത്തിയും മനസ്സ് വിചാരിക്കുകയാണ്. അപ്പോഴേക്കും കിരൺ അങ്ങോട്ടേക്ക് വന്നു. കിരൺ വന്നു കഴിഞ്ഞപ്പോ കാർത്തി ചോദിച്ചു, അല്ല കിരണേ, ദിലീപേട്ടൻ വിളിക്കോ മറ്റോ ചെയ്തോന്ന് ചോദിച്ചു. അല്ല എന്താ കിരണേ? കിരണിന്റെ മുഖമൊക്കെ എന്താ വല്ലായിരിക്കണേ? ഒന്നുമില്ലാന്ന് പറയണ. അല്ല കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഇനി ആ ഗംഗാപ്രസാദ് എന്തെങ്കിലും പണി ഒപ്പിച്ചോ? എന്താണെങ്കിലും എന്നോട് തുറന്നു പറ, സത്യങ്ങൾ പറയാൻ പറഞ്ഞു. കിരൺ പറഞ്ഞു, ഞാൻ പറയുന്ന കാര്യം കേട്ടിട്ട് കാർത്തിക വിഷമിക്കരുതെന്ന് പറയണ. അല്ല കാര്യം പറ. അത് പിന്നെ ഒരു പ്രശ്നമുണ്ട്. പ്രശ്നോ? എന്ത് പ്രശ്നം? അത് ഇന്ന് രാവിലെ ദിലീപിന്റെ
അച്ഛനെ വിളിക്കാനായിട്ട് അമ്മ മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പം അച്ഛൻ എഴുന്നേറ്റില്ല. ശ്വാസം ഇല്ലാതെ കിടക്കുന്നൊരവസ്ഥയിലായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പം മരണ സ്ഥിരീകരിച്ചു. ഹാർട്ട് അറ്റാക്ക് ആണെന്നാ പറഞ്ഞെന്ന് പറഞ്ഞു. ഹാർട്ട് അറ്റാക്കോ? എന്തൊക്കെയാ കിരണേ പറയണേ? അതെ, അങ്ങനെയാ ഡോക്ടർ പറഞ്ഞ്. കൂടുതലായിട്ടൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം വല്ലാത്തൊരു ഞെട്ടലോടുകൂടി കാർത്തിക അവിടെ ഇരിക്കുവാണ്. ആ സമയം കിരൺ പറഞ്ഞു, ഇനിയിപ്പം കല്യാണം നടക്കില്ല. അച്ഛന്റെ കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഞാൻ ദിലീപിനെ ഒന്നും വിളിച്ചിട്ടും കൂടി ഇല്ല. ദിലീപിന്റെ ഒരു കൂട്ടുകാരൻ വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയണേ. അത് കേട്ടപ്പം കാർത്തികയുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ എനിക്ക് കല്യാണം വേണ്ടെന്ന്. ഒരു പക്ഷേ ഇനി ആ ഗംഗാപ്രസാദ് എങ്ങാനും ആയിരിക്കും അതിങ്ങനെ ചെയ്തിരിക്കുന്നേ. അവനിതിനൊന്നും മടിക്കില്ല. അറ്റാക്ക് തന്നെയാന്ന് ഉറപ്പുണ്ടോ? അറിയില്ല. ഹോസ്പിറ്റലിലേക്ക് ചെന്നാലേ അറിയത്തുള്ളൂ. ഡോക്ടർമാര് നോക്കിയിട്ട് പറഞ്ഞ അറ്റാക്കിന്റെ ലക്ഷണങ്ങളാന്നാ പറഞ്ഞേ. ഇനിയിപ്പോ അതല്ല വേറെ എന്തെങ്കിലും ആണോന്ന് റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ മാത്രം അറിയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും കാർത്തിക പറഞ്ഞു, എനിക്ക് നല്ല സംശയമുണ്ട്. എനിക്ക് തോന്നിയതൊന്നും അല്ല, വേറെന്തോ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കിരണെ അന്വേഷിക്കണം, അവനാണോ ഇതിന്റെ പിന്നിൽ നിന്ന്. ഇനിയിപ്പോ എന്നെ അമ്മയെ കിട്ടാത്തതിന്റെ ദേഷ്യത്തിനും വൈരാഗ്യത്തിനും കിരണേട്ടന്റെ അച്ഛനെ ഇല്ലാതാക്കിയോണെന്ന് അറിയില്ല. അങ്ങനെ വന്നാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല. അറിയാലോ, ഈ ബന്ധത്തിൽ നിന്ന് ഉറപ്പായിട്ടും ദിലീപേട്ടൻ പിന്മാറുകയും ചെയ്യും. ഇതൊക്കെ കൊണ്ടാ ഞാൻ പറഞ്ഞേ കല്യാണം വേണ്ടെന്ന്. ഒരു പക്ഷേങ്കിൽ എന്നെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഓരോ ആപത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. അപ്പോഴേക്കും കിരൺ പറഞ്ഞു, വിഷമിക്കാതിരിക്കുക, എന്തിനും ഏതിനും ഒരു പരിഹാരമില്ല എന്നൊക്കെ ചോദിച്ച് സമാധാനിപ്പിക്കുകയാണ്. പക്ഷെ അതും കൊണ്ട് ഇന്ന് സ്വസ്ഥത സമാധാനമായില്ല കാർത്തികയ്ക്ക്. അപ്പോഴേക്കും കല്യാണി വന്നു. കല്യാണി കെട്ടിപ്പിടിച്ച് കാർത്തിക കരയുവാണ്. കിരൺ പിന്നീട് കല്യാണിയെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോയിട്ട് പറഞ്ഞു, അതെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോവാം. പോവാതിരുന്നിട്ട് കാര്യമില്ലല്ലോ, അവിടെ എന്താ സംഭവിച്ചേ എങ്ങനെ എന്താന്നും അറിയില്ലോ എന്ന് പറയാണ്. കിരണും കല്യാണിയും കൂടെ ഹോസ്പിറ്റലിലേക്ക് പോവാനായിട്ട് റെഡിയാവുകയാണ്. ആ സമയത്ത് കാർത്തികയെ വിഷമിച്ചിരിക്കുമ്പോൾ ലക്ഷ്മി അമ്മ അങ്ങോട്ടേക്ക് വന്നു. ലക്ഷ്മി അമ്മയ്ക്ക് എങ്ങനെ കാർത്തികയോട് സംസാരിക്കണമെന്ന് പോലും അറിയില്ല. തന്റെ മോള് അവളെ കാലെ കയ്യെ പിടിച്ചു പറഞ്ഞ ഈ ബന്ധം വേണ്ടെന്ന്. അന്നേരം താനായിട്ടാണ് അവളെ നിർബന്ധിച്ച് ഇതിലേക്ക് വലിച്ചഴിച്ചത്. ഒടുവിൽ ഇങ്ങനെയായി തീർന്നു. ലക്ഷ്മി അമ്മ വന്ന് കാർത്തികയെ സമാധാനിപ്പിക്കുന്നുണ്ട്. പോട്ടെ മോളെ, സാരമില്ല. അറ്റാക്കല്ലേ, ചിലപ്പോ ഒരു പക്ഷേങ്കിൽ പെട്ടെന്നുണ്ടായതായിരിക്കും. എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ലമ്മേ. ഒരു പക്ഷേ ഗംഗാപ്രസാദ് എങ്ങാനുമാണ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ദിലീപേണ്ണ അത് സഹിക്കാനും ക്ഷമിക്കാനും പറ്റില്ല. ദിലീപേണ്ട അമ്മയ്ക്ക് അല്ലെങ്കിൽ തന്നെ ഈ ബന്ധത്തിനൊരു താല്പര്യം ഇല്ലായിരുന്നു. അവര് സഹിക്കില്ല. ഇനി ഞാനും ദിലീപേണ്ണ ഒന്നാവാനായിട്ടും അവര് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പറയണം. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, പാവം പിടിച്ച അച്ഛന്റെ ജീവൻ എന്തിനാ കുരുതി കൊടുത്തെന്ന് ചോദിച്ചു. അത് ഉറപ്പില്ല മോളെ. അങ്ങനെയൊക്കെ പറഞ്ഞ് ലക്ഷ്മി അമ്മ സമാധാനിപ്പിച്ചു. ആ സമയം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിരുന്നു ദിലീപിന്. ആകപ്പാടെ വല്ലാത്തൊരവസ്ഥ. ഈ കല്യാണം വേണ്ടെന്ന് തന്നെ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞ, പക്ഷെ ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് കരുതിയില്ല. എങ്ങനെ സംഭവിച്ചെന്ന് പോലും അറിയില്ല. ഒരുപക്ഷെ അച്ഛനെ ആരെങ്കിലും കൊലപ്പെടുത്തിയതാണോ? അറ്റാക്കാന്ന ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു രഹസ്യം ഉണ്ടോ എന്ന് പോലും അറിയില്ല. അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ നിൽക്കുന്ന സമയത്ത് ദിലീപിനെ കൂട്ടുകാരൊക്കെ ആശ്വസിപ്പിക്കുന്നുണ്ട്. സാരമില്ലടാ, ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെയാ. അവർക്ക് എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ ജീവനോട് ഇരിക്കുമെന്ന് പോലും അറിയത്തില്ല. ഇന്ന് കാണുന്നവനെ നാളെ കാണില്ല എന്ന് പറഞ്ഞ ഉണക്കൊരവസ്ഥയാണ്. ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിലും ദിലീപിനൊന്നും ആശ്വാസ വാക്കുകളായിരുന്നില്ല. അപ്പോഴേക്കുമാണ് കിരണും കല്യാണിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ അവര് ദിലീപിന്റെ അടുത്ത് വന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കുക. ദിലീപ് പറഞ്ഞു, എനിക്കറിയില്ല കിരണ എന്താ സംഭവിച്ചെന്ന്. ഞാൻ റെഡിയായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മ വന്ന് പറഞ്ഞ അച്ഛനെ വിളിച്ചിട്ട് എഴുന്നേൽക്കുന്നില്ല എന്ന്. അച്ഛന് എപ്പോഴാണ് അറ്റാക്ക് ഉണ്ടായതെന്ന് പോലും അറിയില്ല. ഞങ്ങളൊന്നും ഡോക്ടറെ കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കിരൺ അങ്ങോട്ട് ഡോക്ടറെ കാണാനായിട്ട് കയറിപ്പോവാണ്. കിരണിന്റെ മനസ്സിൽ സംശയങ്ങളുണ്ട്. കാരണം അതൊക്കെ ഡോക്ടറോട് പറയണം. എങ്ങനെയാ സംഭവിച്ചതെന്ന് അറിയത്തില്ലല്ലോ. ഈ സമയം ഗംഗാപ്രസാദ് ഭയങ്കര സന്തോഷത്തിലാ. കല്യാണം മുടങ്ങുമല്ലോ, അതിന്റെ സന്തോഷത്തിലായിരുന്നു ഗംഗാപ്രസാദ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.